ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പലസ്തീനുമായി സമാധാനം ആഗ്രഹിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഭാവിയിൽ രൂപീകരിക്കാനിടയുള്ള ഒരു പലസ്തീൻ രാഷ്ട്രം ഇസ്രയേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുമോ എന്ന ആശങ്ക അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഗാസയിൽ നിന്നും നടത്തിയ ആക്രമണത്തെ ഒരു പലസ്തീൻ രാജ്യം രൂപീകൃതമായാൽ സംഭവിക്കാവുന്ന കാര്യങ്ങളുടെ ഭീകരമായ ഒരു ഉദാഹരണമായി നെതന്യാഹു ചൂണ്ടിക്കാട്ടി. ഈ വാക്കുകൾ സങ്കീർണമായ ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന്റെ ആഴത്തിലുള്ള തലങ്ങളെയും ഇരുപക്ഷവും നേരിടുന്ന സുരക്ഷാ വെല്ലുവിളികളെയും തുറന്നുകാട്ടുന്നുണ്ട്. ദീർഘകാലമായി ചർച്ച ചെയ്യപ്പെടുന്ന ദ്വിരാഷ്ട്ര പരിഹാരം എന്നത് ഇസ്രയേലിനും പലസ്തീനും അവരുടേതായ സ്വതന്ത്ര രാജ്യങ്ങളായി നിലനിൽക്കാൻ അനുവദിക്കുന്ന ഒരു സമവായമാണ്. എന്നാൽ ഈ പരിഹാരത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തനിക്ക് വ്യക്തമായ ഒരു ഉത്തരമില്ലെന്ന് പറഞ്ഞ് ചോദ്യം നെതന്യാഹുവിന് കൈമാറിയത് ശ്രദ്ധേയമാണ്. ഇതിന് മറുപടിയായി നെതന്യാഹു വ്യക്തമാക്കിയ ഇസ്രയേൽ നിലപാട് സമാധാനത്തിനായുള്ള ആഗ്രഹത്തോടൊപ്പം തന്നെ സുരക്ഷയ്ക്ക് നൽകുന്ന പരമപ്രധാനമായ ഊന്നലാണ്. പലസ്തീൻകാർക്ക് സ്വയംഭരണത്തിനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കണം, എന്നാൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള അധികാരങ്ങൾ ഉണ്ടാകരുത്. അതിനർത്ഥം സുരക്ഷ പോലുള്ള പരമാധികാരം എപ്പോഴും ഞങ്ങളുടെ കൈവശമായിരിക്കുമെന്നാണ്. ഈ പ്രസ്താവന പലസ്തീൻ രാഷ്ട്രത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഇസ്രയേലിന്റെ അടിസ്ഥാനപരമായ ആശങ്കകളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. പലസ്തീൻകാർക്ക് അവരുടെ കാര്യങ്ങൾ സ്വയം തീരുമാനിക്കാനുള്ള അവകാശത്തെ ഇസ്രയേൽ തത്വത്തിൽ അംഗീകരിക്കുമ്പോൾ തന്നെ ഒരു സ്വതന്ത്ര പലസ്തീൻ സൈന്യം രൂപീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് ആയുധങ്ങൾ സംഭരിക്കാനുള്ള അനുമതി നൽകുകയോ ചെയ്താൽ അത് ഇസ്രയേലിന് നേരെ ആക്രമണങ്ങൾക്ക് വേദിയാകുമെന്ന് അവർ ഭയക്കുന്നുമുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ അതിർത്തികളുടെ നിയന്ത്രണം, വ്യോമപാത സുരക്ഷാ പരിശോധനകൾ എന്നിവ ഇസ്രയേലിന്റെ കൈവശം തന്നെ ആയിരിക്കണമെന്ന് അവർ വാദിക്കുന്നുണ്ട്. ഇതൊരു പരമാധികാര രാഷ്ട്രമെന്ന പലസ്തീൻ സങ്കല്പത്തിന് വിരുദ്ധമാകാമെന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രയേലിന് നേരെ നടത്തിയ ആക്രമണം ഈ സംഘർഷത്തിൽ ഒരു നിർണായക വഴിത്തിരിവായിരുന്നു. ഹമാസ് ഭീകരർ ഇസ്രയേലിന്റെ അതിർത്തി കടന്ന് സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ കൂട്ടക്കൊലകളും ബന്ദിയാക്കലുകളും ഇസ്രയേലി സമൂഹത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കി. നെതന്യാഹുവിന്റെ വാക്കുകളിൽ ഈ വേദനയും രോഷവും വ്യക്തവുമാണ്. ഒക്ടോബർ 7-ന് ശേഷം പലസ്തീൻകാർക്ക് ഒരു രാജ്യം, ഗാസയിൽ ഒരു ഹമാസ് രാജ്യം ഉണ്ടെന്ന് ആളുകൾ പറഞ്ഞു. അവർ എന്താണ് ചെയ്തതെന്ന് നോക്കും. അവർ ബങ്കറുകളും തുരങ്കങ്ങളും ഉണ്ടാക്കി. അതിനുശേഷം അവർ നമ്മുടെ ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും പുരുഷന്മാരുടെ തലയറുക്കുകയും ചെയ്തു. അത് രണ്ടാം ലോക മഹായുദ്ധത്തിനും നാസികൾക്കും ഹോളോകോസ്റ്റിനും ശേഷം നാം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളതാണ്. ഈ വാക്കുകൾ ഒക്ടോബർ 7-ലെ ആക്രമണത്തിന്റെ ക്രൂരതയെയും അത് ഇസ്രയേലിന്റെ ദേശീയ ബോധത്തിൽ എത്രമാത്രം ആഴത്തിൽ പതിഞ്ഞു എന്നതിനെയും എടുത്തു കാണിക്കുന്നുണ്ട്. ഈ ആക്രമണം വെറും ഒരു സാധാരണ സംഘർഷമായല്ല, മറിച്ച് തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഭീഷണിയായാണ് ഇസ്രയേൽ കാണുന്നത്. നാസി അതിക്രമങ്ങളോടും ഹോളോകോസ്റ്റിനോടും ഈ സംഭവത്തെ താരതമ്യം ചെയ്ത് അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. ഈ സംഭവത്തിന് ശേഷം പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന ഇസ്രയേലിന്റെ ആശങ്കകൾക്ക് കൂടുതൽ ബലം ലഭിച്ചുവെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. ഒക്ടോബർ 7-ലെ ആക്രമണത്തിൽ ഇസ്രയേലിൽ 1200 പേർ കൊല്ലപ്പെടുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. ഈ ബന്ദികളിൽ പലരും ഇപ്പോഴും ഹമാസിന്റെ കൈവശമാണ്. അവരിൽ 20 പേർ മാത്രമാണ് ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നത്. ഈ യാഥാർത്ഥ്യം ഇസ്രയേലിന്റെ സൈനിക നടപടികളെയും ഗാസയിലേക്കുള്ള കടന്നുകയറ്റത്തെയും ന്യായീകരിക്കാൻ അവർക്കൊരു കാരണമായി. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ബന്ദികളെ മോചിപ്പിക്കുകയുമാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്നും ഇസ്രയേൽ പ്രഖ്യാപിച്ചു. ഇസ്രയേൽ നടത്തിയ തിരിച്ചടി ആക്രമണങ്ങളിൽ ഗാസയിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളുമുണ്ടായി. ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 57,000-ലധികം പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഈ കണക്കുകൾ കൃത്യമാണെങ്കിൽ ഇതൊരു വലിയ മാനുഷിക ദുരന്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നുമുണ്ട്. ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായി നശിക്കുകയും ചെയ്തു. ആശുപത്രികൾ, സ്കൂളുകൾ, വീടുകൾ എന്നിവയെല്ലാം തകർക്കപ്പെട്ടു. ഗാസയിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഭവനരഹിതരായി. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ശുദ്ധജലം, ഭക്ഷണം, മരുന്ന് എന്നിവ ലഭ്യമല്ലാത്ത അവസ്ഥയുമായി. ഇത് ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിയൊരുക്കി. ഗാസയിലെ ഈ സാഹചര്യം ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണങ്ങളുടെ തീവ്രതയും സാധാരണക്കാരായ പലസ്തീൻകാർക്ക് അത് വരുത്തിവെച്ച ദുരിതവും എടുത്തു കാണിക്കുന്നുണ്ട്. ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ സൈനിക നടപടികൾ ഗാസയിലെ ജനങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും താറുമാറാക്കി. ഈ മാനുഷിക പ്രതിസന്ധി സംഘർഷത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം എത്രത്തോളം അത്യാവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന് ഒരു ദശാബ്ദങ്ങളുടെ ചരിത്രവുമുണ്ട്. ഓരോ ആക്രമണവും, ഓരോ തിരിച്ചടിയും ഈ പ്രദേശത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ പലപ്പോഴും ഭിന്നാഭിപ്രായത്തിലാണ്. US പോലുള്ള രാജ്യങ്ങൾ ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകുന്നുമുണ്ട്. അതേസമയം പല അറബ് രാജ്യങ്ങളും യൂറോപ്യൻ
യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങളും പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും വെടിനിർത്തലിനും മാനുഷിക സഹായം എത്തിക്കാനും നിരന്തരം ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. സംഘർഷത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം കാണാതെ ഈ രക്തച്ചൊരിച്ചിലിൽ അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് ഭൂരിപക്ഷം രാജ്യങ്ങളും അംഗീകരിക്കുന്നുണ്ട്. സമാധാനത്തിനായുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോഴും സുരക്ഷാപരമായ ആശങ്കകൾ ഇസ്രയേലിന് നിർണായകരമാണെന്ന് നെതന്യാഹുവിന്റെ വാക്കുകൾ അടിവരയിടുന്നുണ്ട്. പലസ്തീൻ ജനതയുടെ സ്വയംഭരണാവകാശവും ഇസ്രയേലിന്റെ സുരക്ഷയും തമ്മിലുള്ള ഈ സങ്കീർണമായ സമവാക്യം എങ്ങനെ പരിഹാരപ്പെടുമെന്നത് ഇപ്പോഴും വ്യക്തമല്ല. പലസ്തീൻ ജനതയ്ക്ക് അവരുടെ സ്വന്തം രാജ്യമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള അവകാശമുണ്ടെന്ന് അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേലിന്റെ നിലനിൽപ്പിനുള്ള അവകാശവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഹമാസിനെ പോലുള്ള സായുധ ഗ്രൂപ്പുകളുടെ സാന്നിധ്യം ഈ സമാധാന ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഈ ഗ്രൂപ്പുകൾ ഇസ്രയേലിന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ സമാധാന ചർച്ചകളെ പിന്നോട്ടടിക്കുന്നു. അതേസമയം ഇസ്രയേലിന്റെ അതിരുകടന്ന പ്രതികരണങ്ങൾ പലസ്തീൻ ജനതയിൽ കൂടുതൽ വിദ്വേഷം വളർത്തുകയും തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുകയും ചെയ്യുന്നുവെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. ഈ സംഘർഷത്തിന് ഒരു സ്ഥിരമായ പരിഹാരം കണ്ടെത്തണമെങ്കിൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടതുണ്ട്. പരസ്പര വിശ്വാസം വളർത്തുക, സുരക്ഷാ ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്തുക, അതിർത്തികൾ സംബന്ധിച്ച് ധാരണയിലെത്തുക, കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെയുള്ള തർക്ക വിഷയങ്ങളിൽ സമവായം ഉണ്ടാക്കുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതൊരു വിദൂര സ്വപ്നം മാത്രമായി തുടരുന്നു. ഇസ്രയേൽ പലസ്തീൻ സംഘർഷം ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങളിലൊന്നായി ഇന്നും തുടരുന്നു.